ഹലോ ഗായ്സ്, വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ ജങ്കാറിലാണ് പോയത്. എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോണ സമയത്ത് വേറൊരു ജങ്കാറ് കണ്ടു. ഇത് ചീനവല പൊങ്ങണതാണ് കേട്ടോ ഗൈസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ എനിക്ക്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു വാട്ടർ മെട്രോ കണ്ടു. ഇത് പഴയ ബോട്ട് ജെട്ടിയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി. ഇവിടുത്തെ വോൾ പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഗൈസ്. ഇത് അവിടുത്തെ വളരെ പ്രാചീനമായിട്ടുള്ളൊരു പള്ളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കറങ്ങിക്കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഒരു സ്ഥലത്തും ഫുഡ് ഉണ്ടായില്ല. ആദ്യം തന്നെ നൂറിയ ഹോട്ടലിലാണ് പോയത്, പക്ഷെ അവിടെ ഫുഡ് ഉണ്ടായില്ല. പിന്നെ ഇത് അവിടെ ഉള്ള ആൾക്കാരൊക്കെ താമസിക്കണ കോളനിയാണ്. അങ്ങനെ ഞാൻ കുറേ നേരം അലഞ്ഞരിഞ്ഞ് പിന്നെ ബീഫ് ബിരിയാണിയിലെത്തി. അവിടുത്തെ ഫുഡ് അച്ഛനമ്മക്ക് ഇഷ്ടമായി, പക്ഷെ എനിക്കത്ര ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലാണ്. ഇത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ബോയിലറാണ് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഉച്ച ചെയ്യുന്നതുകൊണ്ട് അധികം തിരക്കുണ്ടായില്ല. ബീച്ചിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്നു. ഇത് ഫോർട്ട് ഇമ്മാനുവലാണ്. ഇത് വലിയൊരു ഫോർട്ടായിരുന്നു. ഇപ്പം അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു ഭാഗത്തൂടെയൊക്കെ നടന്നു. കണ്ടോ, അധികം തിരക്കൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ അവിടെ കുറച്ചധികം പ്രാവുകൾ ഇങ്ങനെ റൗണ്ടായിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ 2 ഷിപ്പ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോണത് കണ്ടു. ഇതൊക്കെ നല്ല രസമാണ് ഗൈസ് കാണാൻ. പിന്നെ ഇത് ചീനവല, അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവർ വിൽക്കാൻ വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ മോതിരമൊക്കെ വിൽക്കണ ഒരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇവിടെ കുറേ മോതിരം ഉണ്ടെങ്കിൽ എനിക്ക് മുകളിലത്തെ ആ മോതിരമൊക്കെയാണ് ഇഷ്ടമായത്. പിന്നെ മാങ്ങയൊക്കെ ഉപ്പിലിട്ടൊരു സ്ഥലമാണ്. ഞങ്ങൾ മാങ്ങയും പൈനാപ്പിളാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല രസമാണ്, പക്ഷെ ഞാനധികം കഴിച്ചില്ല. പിന്നെ ഇത് വഴിയോര കച്ചവടക്കാരാണ്. അപ്പോൾ ഇവർ മാലയും പിന്നെ ഇങ്ങനെ പ്രതിമകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാം കേട്ടോ ഗൈസ്. ഇതിൻ്റെ അറ്റത്തിരിക്കണ ഷിപ്പില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ചെറുത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ വാങ്ങിച്ചില്ല. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് ബാഗൊക്കെ വിൽക്കണ കടയാണ് കേട്ടോ. ഇത് ഈ ആനയുടെ ഇത് ഹാങ്ങിങ്, നമ്മൾ കർട്ടനിലൊക്കെ ഇടുന്ന പോലത്തെ സംഭവമാണ്. പിന്നെ ഇത് ബുദ്ധൻ്റെയും ഗണപതിയുടെയൊക്കെ പ്രതിമ മരത്തിലാവുന്നതുകൊണ്ട് ചെയ്തേക്കണം. നല്ല രസമാണ് ഗൈസ്. എൻ്റെ അടുത്ത് തന്നെ ഒരു സംഭവം ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ മീനൊക്കെ വിൽക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ മീനൊക്കെ വാങ്ങിച്ചിട്ട് വേറൊരു സംഭവമുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മീനെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവർ ഉണ്ടാക്കി തരും. ഇവിടെ ഞണ്ടുമുണ്ട് കേട്ടോ. ഞങ്ങൾ ഞണ്ട് വാങ്ങിച്ചു, മീനൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.